ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ ചപ്പാത്തിയാണ്. ഇന്ന് ചപ്പാത്തി ഞങ്ങൾ ദോശക്കല്ലിലാണ് ചുടാറ്. ഇങ്ങനെ ചുട്ടാലേ മോന് കഴിക്കുള്ളൂ, മക്കളൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ ചപ്പാത്തിയൊക്കെ നേരത്തെ പരത്തി വെച്ചാണിത്. നല്ല ദോശക്കല്ലിൽ ചുട്ടാലേ കേട്ടോ മക്കളൊക്കെ ചപ്പാത്തി കഴിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൂടുതലും ദോശക്കല്ലിൽ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോഴിയുടെ പാർട്സിൻ്റെ കറിയാണ് കേട്ടോ. ഇന്നലെ അച്ഛൻ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് പാർട്സ് വാങ്ങിയിരുന്നു. അതിൻ്റെ കറിയാണ് ചപ്പാത്തിക്ക് എടുക്കുന്നത്. അത് മോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കിച്ചണിൽ അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ മക്കളെയൊക്കെ മോനെയും മോളെയൊക്കെ സ്കൂളിലേക്ക് നേരെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നാണ് ചേച്ചി വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ തീരുമാനമൊക്കെ മാറ്റി നേരെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കറി വെക്കാൻ കൊണ്ടുവന്ന് ചിക്കൻ എടുത്തിട്ട് നേരെ പൊരിക്കാൻ വേണ്ടി കൂട്ടി വയ്ക്കാൻ കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും അതിലേക്ക് വേണ്ട കൂട്ടുകളും ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഇട്ട് നന്നായിട്ട് കുറച്ച് കളറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂട്ടി, ഇത് അരിപ്പൊടിയാണ്, അരിപ്പൊടിയൊക്കെ കൂട്ടി നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് പൊരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ബിരിയാണിയിലേക്കുള്ള മസാല സെറ്റ് ചെയ്യലാണ് കേട്ടോ. അങ്ങനത്തെ ബിരിയാണിയിലേക്കുള്ള മസാലക്കൂട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിലേക്കിട്ടുള്ള ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അമ്മ ചോറൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് മക്കളൊക്കെ വൈകുന്നേരമായിട്ടോ. അപ്പോഴേക്ക് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം തന്നെ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ പിറകെ ആയിരുന്നു. അപ്പോൾ ചെമ്മിന് ചൂടൊക്കെ ഉണ്ടോയെന്ന് വന്ന് നോക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വേഗം ചിക്കനൊക്കെ പൊരിച്ച് വെച്ചാൽ അവർ വന്നിട്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞു. ചിക്കൻ പൊരിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇത് അവരെത്തിയിട്ടുണ്ട്. മക്കളൊക്കെ പുറത്തിറങ്ങി നിൽക്കാൻ കേട്ടോ. അവർ ഭയങ്കര കൂട്ടാണ്. ചേച്ചിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. കളിക്കാൻ വേണ്ടി അവരെ കാത്ത് നിൽക്കാൻ കേട്ടോ മക്കള്. അങ്ങനെ അവർ വന്നിട്ടുണ്ട്. അത് അച്ഛനാണ്. അച്ഛനും അമ്മയും എല്ലാവരും അവരെ കാത്ത് നിൽക്കുകയാണ്. അമ്മമ്മ പേരക്കുട്ടിയെ കണ്ടപ്പോൾ ഉള്ള സ്നേഹം കൊണ്ട് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അമ്മമ്മമാർക്ക് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, പേരക്കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം പ്രകടനമാവുമല്ലോ. അപ്പോൾ ഒരാൾ കയറിയിട്ടുണ്ട്, അടുത്ത ആൾ കയറുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതാണ് മോള് വന്ന് കയറുന്നുണ്ട്. എല്ലാവരെയും സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തത് മകളാണ്. മകള് കയറി വരുന്നുണ്ട്. അമ്മയും മകളും തമ്മിലുള്ളൊരു സ്നേഹപ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ സ്നേഹപ്രകടനം കഴിഞ്ഞ് നേരെ എല്ലാവരും അകത്തേക്ക് കയറി വരിക കേട്ടോ. ഇപ്പോൾ ലൈറ്റുണ്ട്. ഇനി ബാക്കി അകത്തുനിന്ന് മക്കൾ തമ്മിൽ കളിക്കലും എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ ഇനി അകത്തുനിന്ന് കേട്ടോ. അതാണ് ചേച്ചി. എവിടെ അയ്യോ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തിട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അതിനുശേഷം വീണ്ടും സംസാരം തന്നെയാണല്ലേ. നമ്മളെ വീട്ടിലെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ സംസാരിച്ച് സമയം പോകണം നമുക്ക് അറിയേയില്ല. അപ്പോൾ മക്കളൊക്കെ കളിക്കുകയാണ്. അങ്ങനെ നേരെ സമയം 10 മണിയാകുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ നേരെ സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തർ വിളിക്കണം. മക്കളൊക്കെ കളിക്കുകയാണ്. അങ്ങനെ മക്കൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഇവാനും നേരെ വന്ന് കയറിയിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. അവന് ഭയങ്കര വിശപ്പാണ്, കളി കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ. അങ്ങനെ മക്കളൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മളെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വളരെ അധികം സന്തോഷമാണല്ലേ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ പല സമയങ്ങളിൽ നമുക്ക് കൂടാൻ കഴിയാറില്ല അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നതും ഒരുമിച്ച് ഇരിക്കുന്നതും ഒരുമിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സംസാരമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സമയം ഒരുപാടായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.